യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വേദ വചന ചിന്ത നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേദഭാഗമാണല്ലോ റോമലേഖനം 8-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട വാക്യം. നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ മുൻ നിയമിച്ചു എന്നുള്ള ആ വലിയ ദൈവിക വെളിപ്പാട് നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ. മുൻ നിയമിച്ചതായ ആളുകളെ അവൻ വിളിക്കുന്നു. ആ വിളി സുവിശേഷ ഘോഷണത്താലാണ് എന്നുള്ള ആ വലിയ സത്യം നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആ വിളിയെക്കുറിച്ചുള്ള വിവിധമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നുള്ളതാണ്, എവിടേക്കാണ് എന്നെ വിളിച്ചത് എന്നുള്ളതാണ്, അതേപോലെ എന്താണ് ആ വിളിയുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ ആ വിളിയുടെ പുറകിൽ ഇപ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ ദിവസങ്ങൾ ഈ ചോദ്യങ്ങളാണ് പരിഗണിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആ വിളിയുടെ പുറകിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഉദ്ദേശങ്ങൾ. അതിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിളി എവിടേക്കാണ്. ഒരാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടേക്കാണ് എന്നെ വിളിക്കുന്നത്? എവിടേക്കെങ്കിലും ആണല്ലോ വിളിക്കുന്നത്, അത് എവിടേക്കാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഇന്ന് ഈ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. എന്താണ് കൂട്ടായ്മ എന്ന് പറയുന്നത്? ഈ ഒരു പദത്തിന്റെ മൂലപദത്തിന്റെ അർത്ഥം തമ്മിൽ പങ്കുവെക്കുക എന്നുള്ള അർത്ഥമാണ്. അതാണ് കൂട്ടായ്മ. നമ്മൾ സാധാരണയായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബ സംഗമോ അല്ലെങ്കിൽ സഭാ സംഗമങ്ങളോ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സംഗമങ്ങളിലോ നമ്മൾ എന്താ ചെയ്യുന്നത്? പരസ്പരം പങ്കുവെക്കുന്നതായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഭക്ഷണമാകാം, സന്തോഷങ്ങളാകാം, വിഷമങ്ങളാകാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ കൂട്ടായ്മ എന്ന് വിളിക്കുന്നത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ദൈവത്തോടു കൂടെ ഉള്ള നമ്മളുടെ ആ സഹവാസമാണ്. നമ്മൾ മനുഷ്യരായ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ദൈവത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നു. അതേപോലെ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ആ കൂട്ടായ്മയിലൂടെ അറിയുന്നു. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മെ എവിടേക്ക് വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി കൂട്ടായ്മ എന്നുള്ളതാണ്. സാധാരണയായിട്ട് കൂട്ടായ്മ എന്ന പേരിലുള്ള ഈ ഒരു പദത്തിന് ക്രിസ്തീയ ലോകത്തിൽ നമുക്കുള്ള നിർവചനം എന്ന് പറയുന്നത് സഭയാണ്. സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ എന്ന് പറയുന്നത് സഭയിലാണ് കൂട്ടായ്മകൾ സംഭവിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ കൂട്ടായ്മയാണ് എന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു ഉറപ്പുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. അതിനർത്ഥം ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം നമ്മൾ മനുഷ്യർ മാത്രമല്ല, അവരുടെ നടുവിൽ വാഗ്ദത്തം ചെയ്തതായ കർത്താവ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തീയ കൂട്ടായ്മകൾ വളരെയധികം പ്രാധാന്യമുള്ളതെന്ന് പറവാൻ കാരണം. ചില ആളുകൾ കൂട്ടായ്മകളോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അവർ പറയുന്നു, അങ്ങനെ കൂട്ടായ്മ ആചരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് തനിയെ ആരാധിച്ചാൽ പോലും അത് ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യമാണ്. ആരെങ്കിലും അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ ദൈവത്തിന് എന്താ കുഴപ്പം? പക്ഷെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചത്.
അതുകൊണ്ട് നമ്മളുടെ സഭാ കൂട്ടായ്മകളെ ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിരിക്കുന്ന ആളുകളുടെ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സംഗമമാണ്. ആ സംഗമത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണുള്ളത്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂട്ടായ്മകളെ നിങ്ങൾ ഉപേക്ഷയായി ചിന്തിക്കരുത് എന്നുള്ള കാര്യമാണ്. പക്ഷെ ഈ കൂട്ടായ്മ എങ്ങനെയുള്ളതായിരിക്കണം? ദൈവവചനപ്രകാരമുള്ള കൂട്ടായ്മയായിരിക്കണം, വിശ്വസിച്ചവരുടെ കൂട്ടായ്മയായിരിക്കണം, ഏക ഹൃദയത്തോടുകൂടെ ദൈവവചനം പ്രമാണിക്കുന്നവരുടെ കൂട്ടായ്മയായിരിക്കണം. ആ കൂട്ടായ്മയുടെ നടുവിലാണ് കർത്താവ് യേശുക്രിസ്തു കടന്നു വരുന്നത്. യേശുക്രിസ്തു ഇല്ലാത്ത ഒരു കൂട്ടായ്മയും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയല്ല. നമുക്ക് എവിടെയും കൂട്ടായ്മ കൂടാം, പക്ഷേ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിഗ്രഹത്തിന്റെ സാന്നിധ്യം ഒരിക്കലും ക്രിസ്തീയ കൂട്ടായ്മയാകത്തില്ല. യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒന്നിനെ പ്രതിഷ്ഠിച്ചാൽ, ഒരു പടമാകട്ടെ, ഒരു വിഗ്രഹമാകട്ടെ, ഏതെങ്കിലും കാര്യം നമ്മൾ പ്രതിഷ്ഠിച്ചാൽ, ദൈവവചന വിരുദ്ധമായ ഏതെങ്കിലും കാര്യം ആ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവിടെ എങ്ങനെ യേശു വസിക്കും? അതുകൊണ്ട് നമുക്ക് വേണ്ടത് യേശു വസിക്കുന്ന കൂട്ടായ്മയാണ്. അവന്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ യേശു ഉണ്ട് എന്നുള്ള ആ ഉറപ്പിന്മേലുള്ള കൂട്ടായ്മയാണ്. ചില റെഫറൻസുകളൂടെ ഞാൻ ദൈവവചനത്തിൽ നിന്നും വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഇവിടെ ദൈവത്തിലെ തൃത്വത്തെക്കുറിച്ചാണ് ഈ യോഹന്നാൻ പറയുന്നത്. ദൈവത്തെ ദൈവമെന്ന് താൻ പറയാതെ ദൈവത്തെ തൃത്വത്തിലൂടെ അവതരിപ്പിക്കുന്നു. ചില ആളുകൾ തൃത്വം എന്നുള്ള ആശയത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരോട് സോറി പറയുന്നു. കാരണം ദൈവത്തിന്റെ വചനം അപ്രകാരം പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ ദൈവത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ തൃത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവിന്റെ സ്നാനത്തെങ്കിൽ ഈ തൃത്വം വെളിപ്പെട്ടു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, തൃത്വം എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലല്ലോ. ശരിയാണ്, അങ്ങനെ ഒരു വാക്കില്ല. പക്ഷേ തൃത്വം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ എവിഡന്റ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് യോഹന്നാൻ പിതാവ്, പുത്രൻ എന്നുള്ളതായ ആ ആളത്വങ്ങളെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ തന്നെ കൂട്ടായ്മ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി 1:26 പറഞ്ഞല്ലോ. അവിടെയും ദൈവത്തിലുള്ള ആ കൂട്ടായ്മയുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയും നമുക്ക് ഈ കൂട്ടായ്മ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് ആ ദൈവത്തിലുള്ള കൂട്ടായ്മയിലേക്കാണ് വിളിക്കുന്നത്. ഇതിന് ഉപോത്ബലകമായി മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ, നോക്കണേ, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ള സത്യം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നോക്കണേ, ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നമ്മളോടുകൂടെ വാസം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വാസം ചെയ്തതിനു വേണ്ടിയാ. നമുക്കറിയാം, നമ്മളൊരു ഭവനത്തിൽ താമസിക്കുമ്പോൾ ആ ഭവനത്തിലെ യാതൊരു കാര്യാന്തികളിലും നമ്മൾ ഏർപ്പെടുന്നില്ലെങ്കിൽ, ആ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, വീട്ടിലുള്ള ആളുകളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ദൈവം നമ്മളോടുകൂടെ വാസം ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നാം ദൈവത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കുകയും നമ്മുടെ ചിന്തകളെ ദൈവം മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഹൃദയവിചാരങ്ങളെ നമ്മൾ പങ്കിടുകയും തമ്മിൽ ഉള്ള അങ്ങനെയുള്ളതായ ഒരു ഫെലോഷിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആ കൂട്ടായ്മയിൽ ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ നടത്തിപ്പ് നമ്മൾ അനുഭവിക്കാതെ വരും. അത് നമുക്ക് ചെയ്യുവാൻ കഴിയാറില്ല. ദൈവത്തിന് നടത്തിപ്പ് കൂടാത്ത ഒരു കാര്യങ്ങളിലും നമുക്ക് ഏർപ്പെടാൻ കഴിയാറില്ല. അങ്ങനെ ഒരു പ്രത്യേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തോടു കൂടെ അവന്റെ കൂട്ടായ്മയിലാണ്. സഭ എന്ന അർത്ഥത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്.
നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് നാം സംസാരിക്കുന്നു, ദൈവത്തിന് നമ്മളോടുള്ള ഹിതത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, അതുപോലെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ ഒരു കാര്യമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മെ എവിടേക്കാണ് വിളിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടു, അവൻ നമ്മളെ മുൻ നിയമിച്ചു. കാലങ്ങൾക്ക് മുമ്പ്, ലോക ആരംഭത്തിന് മുമ്പേ ദൈവം നമ്മെ മുൻ നിയമിച്ചു. ആ മുൻ നിയമിച്ചവരായ ആളുകളെ ദൈവം വിളിക്കുന്നത് തൻ്റെ കൂട്ടായ്മയിലേക്കാണ്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അടുത്ത പടിയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ, നീതീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവ വ്യവസ്ഥയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവിക കൂട്ടായ്മയിൽ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ നമ്മളെ ദൈവം വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്യുന്നതാണ്, ദൈവം പദ്ധതി തുടങ്ങിയതാണ്. പക്ഷെ അതിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അതെ, ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവദാസന്മാർ നമുക്ക് ഇൻവിറ്റേഷൻ, ക്ഷണം തരുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് കണ്ട് ആരാണോ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നത്, മറുതലിക്കാതെ, മറുത്തു നിൽക്കാതെ അതിനെ അനുസരിക്കുന്നത്, അവർക്ക് ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കൂട്ടായ്മയുടെ അനുഭവങ്ങൾ ഈ ദിവസം ഉണ്ടാകട്ടെ. കേവലം മാനുഷികമായൊരു കൂട്ടായ്മ മാത്രമല്ല, നമ്മോടുകൂടെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത യേശുവിനോടൊപ്പമുള്ള കൂട്ടായ്മ, അത് നമുക്ക് അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചു എന്നുള്ളതായ ആ വലിയ സത്യം ഞങ്ങൾക്കിന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങിടയാക്കിയതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മൾ എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് നമ്മൾ കേട്ടു. അടുത്ത ദിവസത്തെ പ്രഭാത ധ്യാനത്തെങ്കിൽ ഈ വിളി എന്തിനു വേണ്ടിയാണ്, അതായത് ഈ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.